സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, പരിപാടി കൃത്യം 3 മണിക്ക് തന്നെ തുടങ്ങേണ്ടതുള്ളതുകൊണ്ട് പരിപാടി തുടങ്ങി വയ്ക്കുകയാണ്. ഇന്ന് സാഹിതി ചർച്ച ചെയ്യുന്നത് സമകാലീന നോവൽ സാഹിത്യത്തെക്കുറിച്ചാണ്. നോവൽ സാഹിത്യത്തെ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന 3 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മോട് സംവദിക്കുന്നത്. ശ്രീ വി ശ്രീലാൽ, ഭഗത് ഗണേഷ്, ശ്രീമതി നിവേദിത മാനവി. സമകാലീന നോവൽ പ്രസ്ഥാനത്തിൽ വളരെയധികം ശ്രദ്ധേയമായ സംഭാവനകൾ തന്നിട്ടുള്ള 3 പേരാണ്. നമുക്കറിയാം, മറ്റേത് സാഹിത്യശാഖയെക്കാളും അതിൻ്റെ വസന്തകാലത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹിത്യ മേഖലയാണ് കഥ നോവൽ സാഹിത്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് ആ സ്ഥിതി തുടരുക തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ കൃതികൾ രചിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, അതിനൊക്കെ മികച്ച വായനാ സമൂഹം ഉണ്ടാകുന്നു എന്നുള്ളതും ഈ വസന്തത്തിൻ്റെ വലിയ പ്രത്യേകതയായി കാണാവുന്നതാണ്. അത്തരത്തിൽ ശ്രദ്ധേയമായ രചനകളിലൂടെ തങ്ങളുടെ സാന്നിധ്യം സാഹിത്യത്തിൽ ഉറപ്പാക്കിയിട്ടുള്ള 3 പേർ. അതോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന, ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്ന ശ്രീ വി എഫ് ബാബു, ഈ പരിപാടിയുടെ രചന രേഖപ്പെടുത്തികളെ നിയന്ത്രിക്കുന്ന ശ്രീമതി സുന്ദ വിൽസൺ, അധ്യക്ഷം വഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർ നോവൽ സാഹിത്യത്തിൽ കഴിയുന്നത്ര സംഭാവനകൾ നൽകുന്നവർ തന്നെയാണ്. ഓരോരുത്തരെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധിക സമയം കളയേണ്ട ആവശ്യമില്ല. കൃത്യമായ ഔപചാരിക സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയിട്ട് നോവലിസ്റ്റ് കൂടിയായിട്ടുള്ള നമ്മുടെ അംഗം ശ്രീ വി എഫ് ബാബുവിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹത്തെ സ്വാഗതം ക്ഷണിക്കുക. നന്ദി ബാബു സാർ. ഇന്ന് വേദി പോലെ തന്നെ സദസ്സും സമ്പന്നമാണ്. ശ്രീ കെ രാജൻ ചേട്ടൻ ഉൾപ്പെടെ മോഹൻദാസ് സാർ ഉൾപ്പെടെ ശ്രീ കെ രഘുനാഥ് സാർ ഉൾപ്പെടെ വലിയൊരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനിയും നമ്മുടെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സൂചിപ്പിക്കുന്ന പോലെ സമകാലീന നോവൽ സാഹിത്യത്തിൻ്റെ വസന്തകാലത്തിൻ്റെ അതിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മുടെ ഈ ചർച്ച. ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നിരന്തരമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയുടെ തുടർച്ചയാണ് എന്ന് പറയാം. കഥയും അത്തരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ ഏറെ പ്രാധാന്യത്തോടെ നാം ചർച്ച ചെയ്യുന്ന വിഷയമാണ് സമകാലീന നോവൽ സാഹിത്യം എന്നുള്ളത്. സ്വാഗത പ്രസംഗം ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ട് 1-2 കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇന്നത്തെ അതിഥികളും അവരുടെ സംഭാവനകളെ കുറിച്ചും തന്നെയാണ്. ശ്രീ വി ശ്രീലാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണെന്ന് മാത്രമല്ല, എത്രയോ കാലങ്ങളായിട്ട് മലയാള കഥാ സാഹിത്യ നോവൽ ശാഖകളിലൊക്കെ തന്നെ അതിവിപുലമായ സംഭാവനകളുടെ ഉടമയിൽ കൂടിയാണ്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. ചെറുകഥയ്ക്ക് നോവലിൻ്റെ സമ്പർക്കകാന്തി എന്നുള്ള പുസ്തകം നമ്മൾ ഏവരും തന്നെ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമായിട്ടാണ് ഞാൻ കാണുന്നത്. വളരെയേറെ വായിക്കപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകമാണ് സമ്പർക്കകാന്തി. എന്നാൽ അതിനുശേഷം അദ്ദേഹം അടുത്ത കാലത്ത് എഴുതിയ നോവലുണ്ട് ഇരു എന്നത് ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു നോവലാണ്. ഒരുപക്ഷെ ചരിത്ര പശ്ചാത്തലത്തിൽ എഴുതുന്ന നോവലുകൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ഒരു മറ്റുള്ള എഴുത്തുകാർ കൂടി മാതൃകയാകത്തക്ക വേണം പുതിയൊരു ശ്രേണിക്ക് തുടക്കക്കാരിൽ ഒരാളാകാൻ ശ്രീ വി ശ്രീലാലിന് കഴിഞ്ഞിട്ടുണ്ട് തൻ്റെ ഇരു എന്ന പുസ്തകത്തിലൂടെ. വേറെ കൂടെ ഒരു പക്ഷേ സമ്പർക്കകാന്തിയെക്കാളും ഒരു പരിധിവരെ കൂടുതൽ ചർച്ച പെട്ടുകൊണ്ടിരിക്കുന്നത് ഇരുവാണ് എന്ന് പറയേണ്ടി വരും. പിൽക്കാലത്ത് ഏകദേശം അതേ സമയത്ത് തന്നെയാണ് രഘുനാഥ് സാറിൻ്റെ ചന്ദ്രോത്സവത്തെ ആധാരമായിട്ടുള്ള അജ്ഞാതനാമ മാതൃഭൂമിയിൽ അച്ചടിച്ചു വരുന്നത്. അതും ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ കുറച്ചും കൂടി കടന്നുപോയ ചരിത്രമോ പുരാണമോ എന്ന് വേർതിരിക്കാൻ കഴിയാത്ത വണ്ണമുള്ള ഒരു മിത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു രചനാവലമാണ്. ആ രീതി മലയാളത്തിൽ തുടക്കം കുറിക്കുന്നതിലോ അല്ലെങ്കിൽ അതിനെ ഒന്നും കൂടി സമ്പന്നമാക്കുന്നതിൽ ഇരുവിന് വലിയ പ്രാധാന്യം ചരിത്രപരമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ചെറുകഥാ രംഗത്തും മാതൃഭൂമിയിലടക്കം
പുസ്തകമാക്കുന്നതിന് മുമ്പ് മാതൃഭൂമിയിൽ കടന്നു വരുന്ന കഥകൾ ഷിൻലാൻഡിൽ വളരെയധികം ശ്രദ്ധ കഴിക്കൊണ്ട് നമ്മൾ ഇവിടെ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും പറയുന്ന കഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തില് നോവൽ കഥാ സാഹിത്യത്തിന് തൻ്റെതായ മഹത്തായ സംഭാവനകൾ തന്ന ഒരാൾ തന്നെയാണ് ഇന്ന് നമ്മോട് അവരുടെ രചനകളെ കുറിച്ചും നോവൽ സാഹിത്യത്തിന്റെ ഈ കാലഘട്ടത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനുള്ള പ്രത്യേകതയുണ്ട്. ഗണേഷ് സാറ് അത്തരത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനായിട്ടുള്ള കഥാകൃത്ത് മാത്രമല്ല, വൈജ്ഞാനിക സാഹിത്യങ്ങൾ പഠന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളും കൂടിയാണ്. അപ്പോൾ കഥാസാഹിത്യത്തിലും വൈജ്ഞാനിക സാഹിത്യത്തിൽ താരതമ്യേന പ്രാതിനിധ്യം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധേയമായ പഠനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എങ്കിലും സ്വാഗതപ്രാസികങ്ങൾ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ വൈകയെ കുറച്ച് കാലം മുമ്പ് നമ്മൾ വായിച്ച പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനേക്കാളും ചർച്ച ചെയ്യപ്പെട്ടത് ബംഗ എന്ന് പറഞ്ഞ നോവലാണ്. നെക്സലൈറ്റ് പ്രസ്ഥാനം കന്നുസന്യാനിലൂടെയൊക്കെ കന്നുസന്യാനി ജീവിതത്തേക്ക് സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്നു. പക്ഷേ ജീവചരിത്രം എന്ന് പറയാവുന്ന രീതി, അല്ലെങ്കിൽ നെക്സലൈറ്റ് പ്രസ്ഥാനങ്ങളുടെ ഇന്ത്യയിലെ ആവിർഭാവവും ചരിത്രവും ഒക്കെ തന്നെ പറയുന്ന ബംഗ ഈ അടുത്ത കാലത്ത് രചിക്കപ്പെട്ട നോവലുകളിൽ ഏറ്റവും അധികം വായന ശ്രദ്ധയും ചർച്ചയും ചെയ്യപ്പെട്ട ഒരു നോവലാണ്. അതുപോലെ തന്നെയായിരുന്നു നിവേദിതയുടെ തുടക്കവും എന്നുള്ളത്. ചെറുകഥകൾ മാത്രമല്ല, നോവലിലൂടെ കടന്നു വരിക. നോവലാവട്ടെ DC-യുടെ പുരസ്കാരം ലഭിച്ചു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. നോവൽ പുരസ്കാരങ്ങളിൽ വന്ന പുസ്തകങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 3 നോവലുകളുടെ ഒരു പുസ്തകമായിരുന്നു നിവേദിത. അത് നമുക്ക് അതിശയോക്തി തോന്നാത്തത് നിവേദിത ഒരുപക്ഷെ രഘുനാഥ് സാറിന്റെയും കാര്യത്തിൽ ചെയ്ത മകളായതുകൊണ്ടും ശ്രീ കരുണാകരൻ മേനോന്റെ പൗത്രി ആയതുകൊണ്ടും മാത്രമാണ്. നമുക്ക് പൊതുവെ സ്വീകാര്യ അല്ലെങ്കിൽ സുപരിചിതയായിട്ടുള്ള ഒരാളെന്ന നിലയിലായിരിക്കും നമുക്ക് വലിയ പ്രാധാന്യം തോന്നുന്നത്. എങ്കിലും നോവൽ സാഹിത്യത്തിൽ തൻ്റെതായ ഒരു ഒപ്പിട്ട് വയ്ക്കുവാൻ, അല്ലെങ്കിൽ ഞാനുമുണ്ട് എന്നുള്ള ഒരു ചരിത്രത്തിന്റെ ഒരു ഏടി ഇടം പിടിക്കുവാനായിട്ട് നിവേദിതയിൽ ആ ഒരു നോവൽ കൊണ്ട് ഒരു കഥാകാരി എന്നതിൽ കടന്നു വന്ന് നോവലിലൂടെ ശ്രദ്ധ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ പലപ്പോഴും രഘുനാഥ് സാറിന്റെ പുസ്തകം എടുത്തു വെച്ചാൽ എന്തിനോട് ഭൂമിക്കുന്നു എന്നുള്ളൊരു കുഴപ്പം നമുക്കൊണ്ട്, പ്രത്യേകിച്ച് എനിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉടനെ അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, അത് നിവേദിതയായ ഒരു സ്ഥാനം തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരു പക്ഷേ നാളത്തെ സുപ്രഭാതങ്ങളൊക്കെ തന്നെ നിവേദിതയെ പോലുള്ള ഒരു നോവലിസ്റ്റിനെ കുറിച്ച്, എഴുത്തുകാരെ കുറിച്ച് കൂടുതൽ പറയുന്ന, അല്ലെങ്കിൽ അവരുടെ അംഗീകാരങ്ങളെ കുറിച്ച് കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ ഇവിടെ സ്വാഗത പ്രസംഗ V.F. ബാബു ഒട്ടും മോശക്കാരനായ ഒരു എഴുത്തുകാരൻ. കട്ടൻ കാപ്പിയിൽ എന്ന് പറയുന്ന നോവൽ ഈ സമീപകാലത്ത് പുസ്തകം ഇറങ്ങിയ ഉടനെ പുരസ്കാരം കിട്ടിയെന്ന് മാത്രമല്ല, വളരെ 2ാം 3ഉം അതിന്റെ പതിപ്പുകൾ പിന്നിടുന്നു എന്നുള്ള അവസ്ഥ വന്നു എന്നുള്ളതാണ് HNC-യിൽ നമുക്ക് കിട്ടുന്ന വാർത്ത. അതത്ര ചെറിയ കാര്യമൊന്നുമില്ല. കാരണം ഏറ്റവും നല്ല നോവലുകൾ എഴുതുന്നു, ഏറ്റവും കൂടുതൽ രചനകൾ സംഭവിക്കുന്നു, ഏറ്റവും മികച്ച എഴുത്തുകാരുള്ള മേഖലയായിട്ട് മലയാള നോവൽ സാഹിത്യം മാറി എന്നുള്ളതാണ്. അത്ര എളുപ്പമല്ല. കഥാകൃത്ത് എന്ന് പറയുന്നതിൽ വലിയ ഒരു കാര്യമില്ല, അല്ലെങ്കിൽ വിലയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം ഈ അടുത്ത കാലത്ത് തുടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ പാഷൻ കഥാകൃത്തുക്കളെല്ലാം നോവലുകൾ എഴുതാൻ തുടങ്ങിയതാണ്. പക്ഷെ ആ നോവലുകൾ ഒന്നും തന്നെ മാറ്റിവെക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഷാജികുമാറിന്റെ മർമ്മവംശമാണെങ്കിൽ ഇപ്പോൾ സന്തോഷ് ചിക്കാനത്തിന്റെ പുതിയ നോവൽ വരികയാണ്. ഈ മാസം തന്നെ ജനുവരി തന്നെ പുറത്തു വരികയാണ്. ഞാൻ എൻ്റെ പേര് പെട്ടെന്ന് പറഞ്ഞു, കുറയ്ക്കുക എന്ന് ആരംഭിക്കുന്ന ഒരു പദമാണ് പുതിയ നോവൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് മാതൃഭൂമിയിൽ അതിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു, പ്രൂഫും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ജനുവരിയിൽ അവർ ഇറക്കാൻ പറയുമ്പോൾ അത് വലിയൊരു നോവലാണെന്നാണ് സന്തോഷ് പറഞ്ഞത്. അദ്ദേഹത്തിന് തന്നെ ഒരു ചെറുകഥയെ ആസ്പദമാക്കിയിട്ടുള്ള നോവൽ ആവിഷ്കാരമാണ്. പക്ഷെ സന്തോഷിന്റെ ചെറുകഥയെക്കാളും മനോഹരമായിരിക്കാം നോവൽ എന്ന് ഞാൻ കാണുന്നു. അത്തരത്തിൽ മികച്ച നോവലുകൾ കഥാകൃത്തുക്കളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷെ ഈ കാലഘട്ടത്തിലായിരുന്നു വസന്ത മാഷും വൈശാഖൻ മാഷും ടി പത്മനാഭനൊക്കെ കഥകൾ എഴുതി തുടങ്ങിയിരുന്നത് എങ്കിൽ അവരുടെ കയ്യിൽ നിന്നും മഹത്തായ നോവലുകൾ മലയാള സാഹിത്യത്തിന് കിട്ടുമായിരുന്നിരിക്കാം. ആ കാലഘട്ടത്തിൽ അവർ അത്തരത്തിലായി ചിന്തിച്ചിരുന്നില്ല. ഒരുപക്ഷെ തങ്ങളുടെ കഴിവിനെ അല്ലെങ്കിൽ സർഗവാസനയെ കഥ എന്ന രൂപത്തിൽ ഒതുക്കി നിർത്തുവാനോ അതിൽ മാത്രം മതിയെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് എഴുതി പോയവരാണ് അവർ. ഇന്നത്തെ കാലഘട്ടത്തിലൂടെ അത്തരത്തിൽ കാണുവാൻ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ കഥാകൃത്തുക്കൾക്ക് സംഭവിക്കുന്ന പരിണാമം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ടായിരിക്കാം മഹത്തായ നോവൽ രചനകൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഒരുപക്ഷെ ഇനിയൊരു ബാല്യമുണ്ടെങ്കിൽ എത്രയോ മനോഹരമായ നോവലുകളായിരിക്കാം മലയാളികൾ കിട്ടേണ്ടിയിരിക്കുന്നത് എന്ന് ഞാൻ ഈ അവസരത്തിൽ ആലോചിച്ചു പോവുകയാണ്. കഥയും നോവലും തമ്മിൽ വളരെ ചെറിയൊരു മാറ്റമുണ്ട്. എന്നെക്കാളും വിശദമായിട്ട് ഇവർ പറയും എന്നാണ് ഞാൻ കണ്ടുകൊടുക്കുന്നത്.
കഥ എഴുതുന്ന അതേ വേദന തന്നെയാണ് നോവലിന്റെ രചനയ്ക്ക് പിന്നിലുള്ളത്. കുറച്ചും കൂടെ വേദന കൂടിയ ഒരു ഏർപ്പാടാണ് നോവൽ രചന എന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. 2 നോവലുകൾ എഴുതിയതിനേക്കാളും എഴുതിയത് ഒരു പക്ഷേ 20, 14, 15 വർഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോഴും എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ നോവലിന്റെ വലിപ്പം 100, 120 പേജിൽ ഒതുങ്ങുന്നത് മാത്രമാണ്. ആ പേജുകൾ പൂർത്തീകരിച്ച് അത്രയും ഒരു നോവൽ എഴുതാൻ വേണ്ടി അതിന്റെ ഗവേഷണത്തിനും അല്ലെങ്കിൽ അത് അത്തരത്തിൽ എഴുതി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 14 തൊട്ട് 20 വർഷങ്ങൾക്ക് വരെ ഒരു പുസ്തകത്തിന് ചിലവ് എനിക്ക് വിനിയോഗിക്കേണ്ടി വന്നുവെങ്കിൽ ഞാൻ എഴുതിയുള്ള 12ഓളം കഥാസമുദായങ്ങൾക്ക് എനിക്ക് അത്രയും സമയം വേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല അധ്വാനം വേണ്ടി വന്നില്ല. അപ്പം അധ്വാനത്തിന്റെ വലിയൊരു രൂപമാണ് നോവൽ എന്ന് പറയുകയാണ്. എൻ്റെ ഒരു അനുഭവമാണ്. ഒരുപക്ഷെ ചെല്ലാനും സാറിനും നിവേദിക്കും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. കാരണം അവർ കഥാകൃത്ത് എന്നതിനേക്കാൾ ഉപരി നോവലിസ്റ്റുകളാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ നോവലിസ്റ്റ് അല്ല, കുറച്ചും കൂടി കഥാകൃത്താണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ സമയം ഒരു ഘടകമായി വരുന്നുണ്ടാകാം. നമ്മുടെ ചിന്തകൾ, ഓരോ ദിവസവും ദൈനംദിന ചിന്തകൾ, അങ്ങനെ പറയുകയാണെങ്കിൽ ഇവരും വളരെ റെയിൽവേ ഉദ്യോഗസ്ഥർ കൂടിയാണ് ഷെനില സാർ. ഏറ്റവും ഷെഡ്യൂൾ, ട്രെയിനെ പോലെ തന്നെ ജീവിതവും ഷെഡ്യൂൾ ചെയ്യപ്പെടുകയാണ്. അത്തരത്തിൽ ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന നാമമാത്രമായ സമയത്തിൽ നിന്നും ആലോചിച്ചും ഗവേഷണം നടത്തിയും അനുഭവജ്ഞാനത്തിൽ നിന്നും എത്രയോ കാഴ്ചപ്പാടുകൾ കൂടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് നോവൽ കടന്നു വരുന്നത്. ഇപ്പൊ എത്ര വലിയ അധ്വാനമാണ് അധ്വാനിക്കുന്നത്. അപ്പം കഥയെക്കാളും മികച്ച അധ്വാനം, ദീർഘനാളത്തെ അധ്വാനം വേണ്ടി വരുന്ന നോവൽ എന്നുള്ളതാണ് എൻ്റെ സ്വാനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ വിഖ്യാതരായ ധാരാളം എഴുത്തുകാർ പിൽക്കാലത്ത് നോവൽ രചനയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കേറെ പ്രിയകരനായ വസന്ത മാഷ്. വൈജ്ഞാനിക മേഖലകളിലും ഒരുപക്ഷെ ചെറുകഥാ മേഖലകളൊക്കെ നല്ല രീതിയിൽ തിളങ്ങി നിന്ന അദ്ദേഹം സാംസ്കാരിക നിഘണ്ടുവിന് ശേഷമാണ്. ഒരുപക്ഷെ വസന്ത മാഷിനെ കുറിച്ച് നാളെ നമ്മൾ ചരിത്രം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന സാംസ്കാരിക നിഘണ്ടു തന്നെയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുമ്പോഴും ആ സാംസ്കാരിക നിഘണ്ടുവിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് അത് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് അതിന്റെ സംവിധാനം തയ്യാറായത്. അപ്പൊ അത്രയും വലിയൊരു ജോലി ചെയ്ത അധ്വാനത്തിലുള്ള സാംസ്കാരിക നിഘണ്ടു കേരളത്തിൽ സമ്മാനിച്ച ഒരാൾ തന്നെ നോവൽ സാഹിത്യത്തിലേക്ക് കടന്നു വരികയാണ് പിൽക്കാലത്തിലേക്ക്. കാലമേ സാക്ഷിയിലൂടെ ബഹുത്തായ നോവൽ. ഇപ്പൊ 91-ാം വയസ്സിൽ തന്റെ അടുത്ത നോവൽ രചനയിലാണ് മാഷ് അത് പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയും. അത് ചരിത്ര നോവലാണ്. അതും ഈ പറഞ്ഞ 1400, 1500 പേജുകളോളം വരുന്ന അതിബൃഹത്തായ പുസ്തകമാണെന്നാണ് എഴുതി തീരുകയും ചെയ്തിട്ടുണ്ട്. മാഷത് നവംബറിൽ കാലടിയിൽ നവതി ആഘോഷം നടക്കുവാണ്. സർവകലാശാല മാഷോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളോട് ഇന്ന് മാഷിന് നവതി ആഘോഷം സംഘടിപ്പിക്കുകയാണ്. ഇന്നല്ല ബർത്ത്ഡേ, നവംബറിലായിരുന്നു മാഷിന്റെ ബർത്ത്ഡേ. 91 ആയെന്ന് പറയാം ഓഫീസിൽ. അപ്പൊ മാഷ് പോലും ആ ഈ 91-ാം വയസ്സിൽ നോവൽ രചനയിലേക്ക് കടക്കുന്നു എന്നുള്ളത് നോവൽ സാഹിത്യത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ലോക നിലവാരത്തിൽ തന്നെ ഫിക്ഷൻ ഉള്ളത്തോളം വായനക്കാർ ഒന്നിനുമില്ല എന്ന് വേണം. ഫിക്ഷനാണ് ഏറ്റവും പ്രാധാന്യത്തോടെ എന്നതുകൊണ്ട് വൈജ്ഞാനിക മേഖലയോ കഥാമേഖലയോ അല്ലെങ്കിൽ കവിതാ മേഖലയോ പിന്നിലാവുന്നത് എന്നുള്ള ഒരു അവകാശവാദവും പാടില്ല, തെറ്റുമാണ്. ജനങ്ങൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു പക്ഷേ നോവലിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള കവിതയ്ക്ക് തന്നെയാണ് ലോക നിലവാരത്തിൽ. അതിനകത്ത് തർക്കമൊന്നുമില്ല. മലയാളത്തിലും അങ്ങനെയാണ്. പക്ഷെ മലയാളത്തിൽ ശ്രദ്ധേയമായ ചർച്ച ഉയർന്നു വരുന്നത് കഥാസാഹിത്യത്തെ കുറിച്ചാണെന്നുള്ളത് ശ്രദ്ധേയമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പബ്ലിഷർ അത്തരത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ അത് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നത് എന്നുള്ള അർത്ഥത്തിൽ അത് നോവൽ സാഹിത്യം എന്നതിൽ ഒരു തർക്കം വേണ്ട. ഇപ്പോൾ ഷാജികുമാറിൻ്റെയൊക്കെ അല്ലെങ്കിൽ റാം കെയർ ഓഫ് ആനന്ദി നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട പുസ്തകം തന്നെയാണ്. ആ പുസ്തകത്തിന്റെ നിലവാരത്തിൽ അതൊക്കെ അവരവരുടെ വായന ബോധ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമുക്ക് അളക്കുവാൻ ബാധ്യതയില്ല. അവരവരുടെ വായനാ ബോധ്യമാണ്. അങ്ങനെയാണെങ്കിൽ കൂടി റാം കെയർ ഓഫ് ആനന്ദിന്റെ ഇത്ര അധികം പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നു എന്നുള്ളത്, വായിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. അത്തരത്തിൽ വിൽക്കപ്പെടുന്ന മറ്റൊരു കാവ്യ സംഹിതയില്ല, അല്ലെങ്കിൽ കവിതാ സമാഹാരമില്ല, അല്ലെങ്കിൽ വൈജ്ഞാനിക സാഹിത്യ മേഖലയില്ല, യാത്രാലേഖനം ഇല്ല എന്ന് പറയേണ്ടത്. നോവൽ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വിറ്റഴിക്കപ്പെടുന്നു, വായിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ചില വീടുകളിൽ പോകുമ്പോൾ വായിക്കില്ല എന്ന് നമ്മൾ തള്ളിക്കളയാറുണ്ട്. ഈ തലമുറയിലെ മുഴുവൻ കുട്ടികൾ, വിദ്യാർത്ഥികൾ വായന കുറവുള്ളവരാണ്, വായന ഇല്ലാത്തവർ തള്ളിക്കളയാണ്. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെ തള്ളിപ്പറഞ്ഞോടെ മേശപ്പുറത്ത് റാം കെയർ ഓഫ് ആനന്ദി കണ്ടിട്ടുണ്ടെന്നുള്ളത് ഞാൻ അത്ഭുതത്തോട് നോക്കിയിട്ടുണ്ടെന്നുള്ളതാണ്.
അവർ പഠിക്കുന്ന പുസ്തകം അല്ലല്ലോ. അപ്പോൾ പാഠ്യേതരമല്ലാത്ത മറ്റൊരു പുസ്തകം അവർ വായിക്കാൻ തയ്യാറാണ്. അത് ഏത് തരത്തിലുള്ളതും ആയിക്കോട്ടെ. പക്ഷെ ആ നോവൽ സാഹിത്യം, കഥാസാഹിത്യത്തിന് പ്രാധാന്യം അവിടെ കാണുന്നത്, വായിക്കാൻ തയ്യാറാകുന്ന ഒരു തലമുറ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ കൂടെ പ്രമുഖരുടെ പുസ്തകം അത്രയധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകമാണ്. അപ്പൊ അത് വിറ്റഴിക്കപ്പെടുക എന്ന് വെച്ചാൽ വായിക്കപ്പെടുന്നു എന്നുള്ളത്, ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത്. നമ്മളിപ്പോ ഏതൊരു സംഘത്തിൽ ഏതൊരു എടുത്തും ഒരു പുസ്തക ചർച്ച ഉണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷവും നോവൽ കഥാസാഹിത്യ ചർച്ചയാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. കാരണം അത് കേൾക്കാനേ ആൾക്കാർ ഉള്ളൂ എന്ന്. അപ്പൊ അതിന്റെ വായനയുടെ ബോധ്യം എന്ന് പറയുന്നത് നോവലിന് അനുകൂലമാണ്, കഥയ്ക്ക് അനുകൂലമാണ് എന്നുള്ളൊരു സാഹചര്യം മലയാളത്തിൽ ഉണ്ട് എന്നുള്ളത് തർക്കമില്ല. അത് ലോക നിലവാരത്തിൽ ഒരു പരിച്ഛേദം കൂടിയാണ്. ലോകതലത്തിൽ തന്നെ, ലോകത്തെമ്പാടും തന്നെ ഏറ്റവും വായിക്കപ്പെടുന്നതോ ചർച്ച ചെയ്യുന്നതോ ഒക്കെ ഫിക്ഷൻ എന്നുള്ള തലത്തിലേക്ക് മാറി എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇംഗ്ലീഷിലും മറ്റും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനെ കുറിച്ച് പറയാൻ പറഞ്ഞ ആ നിമിഷം നിങ്ങൾക്ക് പറയാൻ കിട്ടുന്ന ഒരു ആൻസർ അത് ഫിക്ഷൻ എഴുതുന്ന ഒരാളാണ്. അല്ലാതെ പാശ്ചാത്യ ഭാഷയിൽ ഇംഗ്ലീഷോ അല്ലാത്ത ഭാഷകളിലോ കവിതയോ മറ്റേതെങ്കിലും തരത്തിലുള്ള എഴുതുന്നത് പെട്ടെന്ന് നിരുതയെ പോലുള്ളവർ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ പറയുന്നത്. അല്ല, ഇന്നത്തെ സമകാലീന ലോക നിലവാരത്തിൽ കവിത എഴുതുന്ന ഒരു കവിയുടെ പേര് പറയൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് പെടുത്തുന്നില്ല. കവിതയ്ക്ക് പോലും അറിയുന്നു എനിക്ക് തോന്നുന്നത്. ഫിക്ഷൻ എഴുതുന്ന ആളെ പറഞ്ഞാൽ ഇന്ന് വരികയായി. ഡാൻ ബ്രൗൺ ഉടനെ വരും, ജോൺ ഗ്രീഷാം വരും, അങ്ങനെ ഒരുപാട് പേര് 1 by 1 ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇത് കാണിക്കുന്നത് പലപ്പോഴും നോവൽ സാഹിത്യത്തിന്, കഥാസാഹിത്യത്തിന് പ്രാധാന്യവും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വായിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ സത്യാവസ്ഥയാണ്. ഇത് എൻ്റെ ബോധ്യം ആണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അപ്പൊ അത്തരത്തിൽ നിരവധി കൃതികൾ നമ്മുടെ ഭാഷയിലും കഥയിലും നോവലിലും രചിക്കപ്പെടുന്നു എന്നുള്ളതും അത് ചർച്ച ചെയ്യപ്പെടുന്നതും അത് ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതിയവർ നമ്മൾക്ക് മുന്നിൽ നമ്മോട് സംവദിക്കാൻ ഇന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വസന്തത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുപക്ഷെ സാഹിത്യം നിരന്തരമായിട്ട് സംഘടിപ്പിക്കപ്പെടുന്ന സാഹിത്യ പരിപാടികളുടെ തുടർച്ചയാണ് ഇന്ന് നടക്കുന്നത്. നമുക്ക് പോലും ഇപ്പോൾ അങ്ങനെ ഒരു എണ്ണമില്ല. മുൻപൊക്കെ നമ്മളൊരു എണ്ണം കൂട്ടി പറയാമെന്ന് 200-ാമത്തെയാണ് 150-ാമത്തെയാണ് നമുക്ക് പറയാൻ ശ്രമിക്കും. ഇപ്പം അങ്ങനെ പറയാറില്ല. ഇപ്പം അങ്ങനെ ഒരു കണക്കൊന്നും സൂക്ഷിക്കാറില്ല. ശനിയാഴ്ച അത് സാഹിത്യം നടത്തുന്ന പരിപാടിയാണ്. നിരന്തരമായ സാഹിത്യ സംവാദങ്ങൾക്ക് വേദിയാകാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എഴുത്തുകാർ നമുക്ക് അഭിമുഖമായിട്ട് നമ്മോട് സംവദിക്കാൻ എത്തുന്നു എന്നുള്ളൊരു അപൂർവ ഭാഗ്യം കൂടി സാഹിത്യ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മൂവർക്കും, പ്രത്യേകിച്ച് ഷീല സാറിനും ഗണേഷ് സാറിനും അതോടൊപ്പം നിവേദിക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമുക്ക് മുഖ്യ പ്രഭാഷണങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി നമ്മോട് സംവദിക്കുന്നത് നമുക്കേറെ പ്രിയങ്കരനായിട്ടുള്ള സമ്പർക്കകാന്തിയുടെയും ഇരുവിൻ്റെ രചയിതാവായിട്ടുള്ള ശ്രീ വി ഷീല സാറാണ്. ഷീല സാറിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുക. നന്ദി ഷീല സാർ. സുദീർഘമല്ലെങ്കിലും വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നമുക്ക് 3 പേരുടെ പ്രഭാഷണ ശേഷം സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അവരുടെ ജീവിതാനുഭവങ്ങൾ, രചനാനുഭവങ്ങൾ, കൃതികൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ്. അങ്ങനെ ചോദ്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. അടുത്തയാൾ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ സി ഗണേഷ് മാഷാണ്. മാഷ് നമ്മളിൽ പലർക്കും വളരെയധികം സുപരിചിതനായിട്ടുള്ള ആൾ തന്നെയാണ്. ബംഗയിലൂടെ ഇപ്പോൾ ശ്രദ്ധേയനായെന്ന് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് തന്നെ സാഹിത്യക്കും നമുക്ക് ഏവർക്കും ഒക്കെ തന്നെ പ്രിയങ്കരനായ ആളാണ് ഗണേഷ് മാഷ്. ഗണേഷ് മാഷിനെ ഈ സംവാദ പരിപാടിയിലേക്ക് സംസാരിക്കുകയാണ്. ഗണേഷ് മാഷ് എന്തായാലും ആ ക്ലോക്കിൻ്റെ ചരിത്രം കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. യഥാർത്ഥ ലക്ഷ്യം അത് തന്നെയാണ്. കാരണം ഇവിടെ ഇരിക്കുന്നവർക്ക് മാത്രമേ അത്രയും വലിയ ക്ലോക്ക് കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. സമയത്തിൻ്റെ വില തന്നെ. ഒന്നാമത് വളരെ കൃത്യത പാലിക്കുന്ന പരിപാടികളാണ് സാഹചര്യമായി. കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്നത്. കൃത്യത എന്ന് പറയുന്നത് പാലിക്കപ്പെടുന്ന അലിഖിതമായിട്ടുള്ള നിയമം തന്നെ. സമയത്തിൻ്റെ വിലയും അത് തന്നെയാണ്. സാർ ആദ്യം തുടങ്ങിയത് തന്നെ അതിൻ്റെ ഒരു പ്രൊഫഷണലിസത്തെ കുറിച്ചായിരുന്നു സാഹിത്യം. അത് വളരെ ശരിയാണ്. ആ ഒരു പ്രൊഫഷണൽ ടച്ച് ഞങ്ങളുടെ പരിപാടികളിലും ഞങ്ങളുടെ സമീപനങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. അത് പൊതുവെ കാണാത്താണ്. കാരണം അലസമായ രീതിയിലുള്ള ഒരു സമീപനമോ അല്ലെങ്കിൽ സമയകൃത്യത പാലിക്കാത്തതായിട്ടുള്ള രീതിയൊക്കെയാണ് നമ്മൾ കണ്ട് പരിചരിച്ച് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് വലിയൊരു മാറ്റത്തിന് തുടക്കം തന്നെ
ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ടെന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ അവസരം ഉപയോഗിച്ച് പറയുന്നതിൽ വലുതെനിക്കത് ഈ ഷാള് ആര് വന്നാലും ഒരു ഷാള് ഏറ്റവും ഉപകാരമില്ലാത്തൊരു വസ്തുവായിട്ട് തോന്നിയെന്നാണ് ഈ ഷാൾ എന്ന് പറഞ്ഞാൽ. അത് പണം കൊടുത്തു വാങ്ങി ഇത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, ഇത് ഇടുന്നവർക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ നമ്മുടെ നിയുക്ത മേയറിന്റെ ആദ്യ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ്: ഞാൻ വരുമ്പോൾ എന്നെ ഷാൾ അണിയിക്കാൻ പാടില്ല, എനിക്ക് പൂച്ചേണ്ട് തരാൻ പാടില്ല. ഇത് രണ്ടും വൃഥാ അധ്വാനങ്ങളാണ്, വേസ്റ്റ് ഓഫ് മണി ആൻഡ് ടൈം എന്നുള്ളതാണ്. ഇത് ആദ്യം പ്രാവർത്തികമാക്കിയ സാഹചര്യം ഈ ഷാൾ എന്ന് പറഞ്ഞ വ്യവസായമേ നിർത്തുമെന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷെ അതിന് പകരമായിട്ട് ഞങ്ങൾ അത്തരത്തിൽ അഭിനന്ദിക്കുന്നവർക്ക് കൊടുക്കുന്ന കുറച്ച് കാര്യമുണ്ട്. പുസ്തകങ്ങൾക്കൊപ്പം തന്നെ മുണ്ട് കൊടുക്കാം, മുടുക്കൊന്നും ചെയ്യാനൊന്നും കഴിയുന്നില്ല. അത് അത്യപൂർവ്വ സന്ദർഭങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കെ ജി ശങ്കരപ്പിള്ള സാർ നമ്മൾ മുണ്ടാണ് കൊടുക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെ നമ്മളിപ്പോൾ ആരെങ്കിലും ഒരു സ്ത്രീകളെ നമ്മൾ അത്തരത്തിൽ അഭിനന്ദിക്കുന്നുണ്ടെങ്കിൽ സെറ്റ് മുണ്ടായിട്ടാണ് കൊടുക്കുന്നത്, ഉപയോഗിച്ചിട്ടേ വരുന്നില്ല. ഈ ഷാള് പലപ്പോഴും നമുക്ക് ശൈലി ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് ഒരു നമ്മുടെ വീട്ടിലിപ്പോൾ ഞാനറിയൊക്കെ ഷീല സാറിൻ്റെ വീട്ടിൽ എത്രയോ എണ്ണം ഉണ്ടാകും, ഇതെന്ത് ചെയ്യുന്നത് പോലും അറിയില്ല, ആ ഒരവസ്ഥയുണ്ട്. അപ്പൊ അത്തരത്തില് എല്ലാ കാര്യത്തിലും കുറച്ചെങ്കിലും ഒരു പ്രൊഫഷണൽ ടച്ച് കൊണ്ടുവരാനായിട്ട് സാധ്യ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് പൊതുവിൽ വിവിധ കാര്യങ്ങൾ. അതിലൊന്ന് മാത്രമാണിത്. മറ്റൊന്ന് ഈ സമയകൃത്യത പാലിക്കാനുള്ളത്. തീർത്തും പ്രത്യേകിച്ച് എഴുത്തുകാർക്കിടയിലോ നമ്മുടെ സാംസ്കാരിക പരിപാടികളിലോ പാലിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സമയകൃത്യത. അതിന് മാറ്റം വരുത്തുക, ആ സമയത്ത് തുടങ്ങുക എന്നുള്ളത്, ആ സമയത്ത് എത്തിച്ചേരുക എന്നുള്ളത് പാലിക്കപ്പെടേണ്ട ഒരു ക്രമമാണ്. എല്ലാവരുടെയും സമയത്തിന് അത്രയധികം വിലയുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ നമ്മളിവിടെ നടപ്പാക്കിയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ആ ഒരു പ്രൊഫഷണലിസം എല്ലായിടത്തും വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ആ ക്ലോക്കിൻ്റെ സ്ഥാനവും കൃത്യമായി. അത്രയും വലിയ ക്ലോക്ക് വേണമെന്ന് തന്നെ നിർബന്ധം പിടിച്ചു അതുകൊണ്ടായിരുന്നു. പിന്നെ അന്ന് ഈ അവസരത്തിൽ കൽപ്പറ്റ ബാലകൃഷ്ണ മാഷിനെ സ്മരിച്ചതിൽ അദ്ദേഹത്തോടുള്ള ഒരു മുൻപാട് സംസാരിക്കുന്നതിന് വലിയ നന്ദിയുണ്ട്. ഭാഷയുടെ സ്മരണാർത്ഥമാണ് നമ്മുടെ ഈ പഠന കേന്ദ്രം തന്നെ ഭാഷയ്ക്കും സാഹിത്യത്തിനും പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖലകളിൽ ഇത്രയധികം സംഭാവന ചെയ്ത ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് MD പറയാം, അല്ലെങ്കിൽ MTS മാഷൊക്കെ ഉണ്ടെങ്കിൽ കൽപ്പറ്റ മാഷിനെ പോലെ വിപുലമായ ആധികാരികമായ സംഭാവന. ഇപ്പോൾ ഗാന്ധിയൻ പഠനത്തിനൊക്കെ ഗാന്ധിയൻ സൗന്ദര്യശാസ്ത്രം എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് എത്ര വായനക്കാർക്ക് അറിയാമെന്നുള്ള കാര്യം സങ്കടകരമാണ്. ആ പുസ്തകമൊന്നും മലയാളത്തിലെ ആദ്യത്തെ പുസ്തകമാണ് ഗാന്ധിയൻ സൗന്ദര്യശാസ്ത്രത്തിലുള്ള ഏക പുസ്തകമാണ് ഒരുപക്ഷെ കൽപ്പറ്റ മാഷിന്റെ. അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ച 130-ൽ പരം ഗ്രന്ഥങ്ങൾ ഞങ്ങളിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് എഴുതാൻ വേണ്ടി ഉപയോഗിച്ചുള്ള 130-ലധികം പുസ്തകങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഗവേഷണം നടത്തിയായിരുന്നു. ആ കൽപ്പറ്റ മാഷിനെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചതിനും നോവലിൻ്റെ സാങ്കേതിക രീതിയെക്കുറിച്ചും അതിൻ്റെ വായനാ ബോധ്യത്തെക്കുറിച്ചൊക്കെ തൻ്റെതായ രീതി ഉദാഹരണം നിർത്തി പറഞ്ഞതിനും ദിനേശ് മാഷിനോട് നന്ദിയുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാത്തിരിക്കാൻ നമ്മൾ സംവദിക്കുന്ന നിവേദിതയാണ്. ഇന്ന് നോവൽ സാഹിത്യത്തിൽ ഒട്ടും കുറയാത്ത സ്ഥാനം നിവേദിതയ്ക്കുണ്ട് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ വരും കാലത്ത് ഏറെ ആദരവോടുകൂടി നോക്കിക്കാണേണ്ട എഴുത്തുകാരിയായി മാറാൻ കഴിവുള്ളവരാണ് എന്ന് നിവേദിതയ്ക്ക് പ്രത്യേകതയുണ്ട്. നിവേദിത നമ്മോട് സംസാരിക്കുന്നതാണ്. സ്വാഗതം. നന്ദി നിവേദിത. നോവൽ സാഹിത്യത്തിൻ്റെ ദീർഘസഞ്ചാരം പൗരസ്ത്യ ഭാഷകളിൽ നിന്ന് നമ്മുടെ ഭാഷയിലേക്ക് വരുമ്പോൾ എങ്ങനെയെന്നുള്ള ഒരു പരിണാമമൊക്കെ തന്നെ നിവേദിത പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു വ്യാഖ്യാന ശൈലിയാണ് ഉണ്ടായത്. എനിക്ക് പക്ഷേ ഗണേഷ് സാറും ഷിൻഡ സാറും പറഞ്ഞ് നിർത്തിയെടുത്തു നിന്ന് മറ്റൊരു തലത്തിലേക്ക് നിവേദിത നോവൽ സാഹിത്യത്തിൽ കൊണ്ടുപോയി എന്നുള്ളത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഏഷ്യൻ ഭാഷകളിലുണ്ടാകുന്ന നോവലുകളെ കുറിച്ചൊക്കെയുള്ള ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല സംഭാഷണമായിരുന്നു എന്ന് പറയേണ്ടി വരും. നമ്മുടെ നോവൽ സാഹിത്യത്തിൽ ചരിത്രവും അല്ലെങ്കിൽ പലപ്പോഴും അനുവർത്തിച്ചു വരുന്ന ഒരു സമ്പ്രദായം സാങ്കല്പികം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് റിയലിസ്റ്റിക് കഥകളോടാണ് മലയാളിക്ക് താല്പര്യം എന്നുള്ള പല കഥകൾ കാണാം. അതല്ലെങ്കിൽ ഒരു പരിധി വരെ ചരിത്രമോ പുരാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹിത്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടാറുണ്ട്. പക്ഷെ ഈ നിവേദിത പറഞ്ഞു വെച്ച ഒരു പോയിന്റ് വെച്ചാൽ 1000-500 വർഷം കഴിഞ്ഞുള്ള കാര്യങ്ങൾ
പറയുന്ന കൃതികൾ നമുക്ക് പറയുമ്പോൾ ഒന്നോ രണ്ടോ പേര് സി രാധാകൃഷ്ണൻ സാറിനെ പോലെ വളരെ ചുരുക്കം എഴുത്തുകാർ മാത്രമാണ് അത്ര സങ്കല്പങ്ങൾ അത്രയും കാലം കടന്നു പോയിട്ട് എഴുതുന്നുള്ള അത്രയ്ക്കും സങ്കല്പയിലോത്തുനിന്ന് എഴുതുന്നവർ വളരെ കുറച്ച് എഴുത്തുകാരെ മലയാളത്തിലുള്ളൂ. കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള റൈറ്റേഴ്സാണ് നമുക്കുള്ളത്. അവിടെയാണ് ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിന് മുല്ലപ്പെരിയാർ ഡാമിന്റെ തുടക്ക കഥ പറയുന്ന കൊളുക്കലിയും പുഷ്പമോ പറയുന്നതൊക്കെ അതുണ്ടായ കഥയാണ്, അല്ലെങ്കിൽ അവരുടെ സമുദായവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള കുറെ ചരിത്ര കാര്യങ്ങൾ അവർ കഥയുടെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു. അങ്ങനെ പല കഥാപാത്രങ്ങളും നമ്മൾക്ക് സമീപത്തുള്ള ഒരാളാണ്. രവി ആണെങ്കിൽ കൂടി ഖസാക്കിന്റെ ഇതിഹാസത്തിൽ, അതുപോലെ എം ഡിയുടെ പല കഥാപാത്രങ്ങളും നമ്മുടെ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഒപ്പമുള്ള ആരോ ആണ് എന്ന് നമുക്ക് തോന്നുന്നതൊക്കെ വണ്ണമാണ് നമ്മുടെ രചന രീതി അവലംബിച്ചു പോരുന്നത്. അതായത് കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ലൈവായിട്ടുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യത്തോടു കൂടി അവതരിപ്പിക്കുന്ന കഥ പറച്ചിലാണ് മലയാളത്തിലെ ഭൂരിപക്ഷം നോവലിസ്റ്റുകൾക്ക് ഉള്ളത്. അല്ലെങ്കിൽ ചരിത്രവും പുരാണമായിട്ട് ബന്ധപ്പെട്ടാണ്. സാങ്കല്പികമായിട്ട് കഥകൾ ഉണ്ടാകുന്നത് കുറവാണ് എന്നുള്ളതാണ് വസ്തുത. ഞാൻ പലപ്പോഴും ഇത് ആലോചിച്ചിട്ടുണ്ട്. ചില ഇംഗ്ലീഷ് മൂവികളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ വളരെ താല്പര്യത്തോടും ആഗ്രഹത്തോടും കണ്ടിരിക്കുന്നുണ്ട്. സയൻസ് ഫിക്ഷൻ നോവലുകളൊക്കെ എത്ര താല്പര്യത്തോടെയാണ് വായിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു നോവൽ മലയാളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറവായിരിക്കും. ഇല്ലെന്ന് പറയുന്നില്ല, അപൂർവ നോവലുകളുണ്ട്, പക്ഷെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അത്തരം ഫിക്ഷനുകളിലേക്കാളും കൂടുതൽ വൈജ്ഞാനിക മേഖലകളിൽ അത്തരം കൃതികൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നോവൽ അല്ലെങ്കിൽ കൂടി സാപ്പിയൻസ് തന്നെയല്ലേ രാജൻ സാർ എഴുതിയിട്ടുള്ള മർത്യഗാഥ, അതിനേക്കാളും കുറച്ചും കൂടി അവഗാധമായിട്ടുള്ള ഒരു പഠനമല്ലേ? അല്ല, മർത്യഗാഥ എനിക്ക് തോന്നുന്നുണ്ട് ഒറിജിൻ ഓഫ് മാൻ എന്നുള്ള രീതിയിലേക്ക് സാപ്പിയൻസ് പറഞ്ഞ വേറൊരു വശമാണ്. അത് തന്നെയാണെന്നുള്ള അർത്ഥത്തില്ല, അതിനേക്കാളും കുറച്ചും കൂടി ഡീപ്പായിട്ടാണ് രാജൻ സാർ ഈ മർത്യഗാഥയിൽ പറഞ്ഞു പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തന്നെ സാഹിതിയുടെ തന്നെ അംഗമായിട്ടുള്ള ഒരു ഏജ് ജോണുണ്ട്, ആലപ്പുഴക്കാരൻ. അദ്ദേഹത്തിന് മെൽ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഒറിജിൻ ഓഫ് ദ മാൻ സീരീസിൽ വലിയൊരു പുസ്തകം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഏകദേശം ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഒരേ ശ്രേണിയിൽപ്പെടുത്താവുന്ന അല്ലെങ്കിൽ ആ വൈജ്ഞാനിക മേഖലയിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കത്തക്ക വണ്ണം, അല്ലെങ്കിൽ നമ്മുടെ അറിവിനെ നമ്മുടെ ജിജ്ഞാസയെ കൊണ്ടുപോകത്തക്ക വണ്ണമുള്ള രചനാ സരണി അല്ലെ ആ തന്തുവിനെയാണ് ഈവൻ അപ് ടു സാപ്പിയൻസ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതിനാണ്. ഇതെല്ലാം തന്നെ വിവിധ മേഖലകൾ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ നോവലിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നത് വളരെ കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. ചിലപ്പോൾ വിമർശനം കൂടിയായിട്ട് എടുക്കാവുന്നതാണ്. കുറച്ചും കൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലാണ്, അല്ലെങ്കിൽ സാങ്കല്പിക ചരിത്ര കഥാപാത്രങ്ങളെ നിലവിലുള്ള സാഹചര്യമായിട്ട് കഥാപാത്രങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനാണ് പലപ്പോഴും നമ്മുടെ കഥാകാരന്മാർ നമ്മളെല്ലാവരും ഉൾപ്പെടെയുള്ള ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് തെറ്റാന്നല്ല, അത് തന്നെയാണ് ശരി എന്ന് പലപ്പോഴും സമർത്ഥിക്കപ്പെടാറുണ്ട്. ഇപ്പൊ എം ഡിയുടെ തന്നെ വിഖ്യാത നോവലിസ്റ്റ് എന്നുള്ളത് നമ്മൾ പരിഗണിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ എം ഡിയുടെ കഥകളെല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന പോലെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു സങ്കല്പമല്ല, പല കഥകളും പല മിത്തുകളെ അദ്ദേഹം എടുത്ത് പലപ്പോഴും ഉള്ള കയ്യിലിട്ട് അമ്മാനമാടി അത് ആശയത്തോട് ചേർത്ത് വെക്കാറുണ്ടെങ്കിൽ കൂടിയും അതെല്ലാം റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. ആ കഥാപാത്രങ്ങൾ ഓരോന്നും തന്നെ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നവരെ പോലെ തോന്നാറുണ്ട്. ഈ ഇരുവിന് മുമ്പ് മനുപിള്ള എഴുതിയിട്ടുള്ള ഐവറി ത്രോൺ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. തിരുവിതാംകൂർ രാജവംശന്റെ സമ്പൂർണ്ണ ചരിത്രമാണ് നോവൽ രൂപത്തിൽ ഐവറി ത്രോൺ ദന്ത ഗോപുരൻ എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനു മുമ്പ് അതിലൊന്നും പരാമർശിക്കാത്ത ഒരേടാണ് ഇരുവിൽ വന്നെന്നുള്ളതാണ്. ഈ കൊളുക്കന്റെ കഥ പറഞ്ഞ പോലെ തന്നെ വിനോയ് തോമസ് കുറ്റിൽ കുടിയേറ്റ മേഖല അതൊരു വിഭാഗം തന്നെയായിട്ട് നമുക്ക് പരിഗണിക്കാം. അത്തരത്തിൽ പറയാത്തൊരു കഥ കുറ്റിലൂടെ വിനോയ് തോമസ് പറഞ്ഞിട്ടുണ്ട്. അത് കുടിയേറ്റക്കാരുടെ ഒരു കഥയാണ്. അങ്ങനെ കുടിയേറ്റക്കാരും ഒരു വിഭാഗമായിട്ട് എത്രയോ കഥകൾ നമുക്ക് ഇതിനോടകം വന്നിട്ടുണ്ട്. പഴയ കാല സിനിമകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വിഖ്യാതരായ എഴുത്തുകാരുടെ തിരക്കഥകളാണ്. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപക്ഷെ കൊളുക്കൻ്റെ ഒരു പ്രത്യേകത കയറി വരുന്നതും അവിടെയാണ്. പുഷ്പമ്മ എഴുതിയ നോവല് അതൊരു ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ കഥ കൂടി ആകുന്നിടത്താണ് ആ കഥയുടെ ഒരു പ്രസക്തി കടന്നു വരുന്നത്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കഥകൾ കടന്നു വരുന്നത് കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ 68 ഗോത്ര സമുദായങ്ങളിൽ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് 35 ഗോത്ര സമുദായങ്ങൾ മാത്രമേ സജീവധാരയിൽ കേരളത്തിലുള്ളൂ, പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം ബാക്കി ഗോത്ര സമുദായങ്ങൾക്കൊക്കെ എന്ത് പറ്റി? വലിയ അന്വേഷണമാണ് നടത്തുന്നത്.
ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ കഥാകൃത്ത് ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നു. ബാക്കി ഗോത്ര സമുദായങ്ങളൊക്കെ അപ്രത്യക്ഷരായത് എങ്ങനെ അന്യം നിന്നു പോയെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പം ഈ 35ഓളം ഗോത്ര സമുദായങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ തന്നെ അത് ശുഷ്കമാകുന്നു എന്നുള്ള അവസ്ഥയും കാണേണ്ടതാണ്. ഇത് നമ്മുടെ അട്ടപ്പാടി ക്യാമ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഞാൻ ഈ ഒരു പ്രസക്തമായ വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇപ്പോഴും അവിടെ ആൾക്കാർ കൊല്ലപ്പെടുന്നു, മധുവിനെ കൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ മധുവിനെ പോലെ മറ്റൊരാൾ കൊല്ലപ്പെടുന്നുണ്ട്. അട്ടപ്പാടിക്ക് സമീപത്ത് തന്നെയുള്ള പാലക്കാട് കൊല്ലപ്പെടുന്നുണ്ട്. അപ്പോൾ സമുദായങ്ങൾ അങ്ങനെ ഇല്ലാതെ വരുന്നു. പ്രത്യേകിച്ച് മനുഷ്യന്റെ അടിസ്ഥാനമാണ് ഈ ഗോത്ര സമുദായങ്ങളൊന്നുമില്ല. ഗോത്ര സമുദായങ്ങൾ തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു, ഇല്ലാതെ വരുന്നു. 68 സമുദായങ്ങളിൽ നിന്ന് 35 സമുദായങ്ങളിലേക്ക് കേരളത്തിലെ ഗോത്രവർഗ സമുദായം വന്നുവെങ്കിൽ ബാക്കിയുള്ളവർ എവിടെ പോയി എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ഇതൊക്കെ ഓരോ കഥകളാണ്. ഇതെല്ലാം ഓരോ കഥകളായിട്ട് വേണം നമ്മൾ കണക്കൂട്ടാൻ. അവിടെയൊക്കെയാണ് ഒരുപക്ഷെ പാശ്ചാത്യവൽക്കരണത്തിന്റെ നഗരവൽക്കരണത്തിന്റെ ഒക്കെ ഉള്ള ദുഷ്പ്രവൃത്തികൾ ഫലങ്ങൾ ഈ കാട്ടിലേക്കും മലകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ളവർ എങ്ങോട്ട് പോകുന്ന ഉത്തരമൊക്കെ നമ്മളെ തേടി വരുന്നത്. ഇതൊക്കെ ഒരു കഥാകാരനെ സംബന്ധിച്ചിടത്തോളം ഗവേഷണപരമായിട്ട് അന്വേഷണാത്മകമായിട്ട് കണ്ടുപിടിക്കേണ്ടതാണ്. അത് കഥകളുടെ രൂപത്തിൽ നമുക്ക് മുന്നിലേക്ക് വരുമ്പോഴാണ് അവിടെ പുഷ്പമയും ഈ കുറുക്കനും ഒക്കെ അവിടെയൊക്കെ പ്രാധാന്യം എത്രമാത്രം വലുതാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അക്കാദമി പുരസ്കാരത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് ഈ കുറുക്കൻ എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു പുസ്തകത്തിനാണ് പോയതെങ്കിൽ കൂടിയും അത്രമാത്രം പ്രാധാന്യമുണ്ട്. അവർ വലിയൊരു എഴുത്തുകാരിയൊന്നും അല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷേ ഇരുത്തം വന്ന എഴുത്തുകാരിയെ പോലെ തന്നെ ആ പുസ്തകത്തിൽ രചിക്കപ്പെട്ട ഇവിടെ പരാമർശിക്കപ്പെട്ടവർ മാത്രം ഞാൻ പറഞ്ഞതാണ്. അതേസമയം മുൻനിര എഴുത്തുകാർ നമ്മുടെ കൂടെ ടി ഡി രാമകൃഷ്ണൻ അടക്കമുള്ള സാറ ടീച്ചറുടെയും കെയർ മീനുടെയൊക്കെ ധാരാളം പുസ്തകങ്ങൾ നോവലുകളുടെ രൂപത്തിൽ വർഷം 1, 2, 3 എന്ന കണക്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ധാരാളം പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ തന്നെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. ടീച്ചറുടെ തന്നെ സാറ ടീച്ചറുടെ തന്നെ നമ്മൾ ബോധിനി അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ്. ബോധിനി അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥ പറയുന്നത് ഛത്തീസ്ഗഡിലെ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് അത് ഗോത്ര സമുദായ സംബന്ധമാണെന്നാണ് എൻ്റെ ഓർമ്മ. ടീച്ചർ എഴുതിയിരിക്കണം ബോധിനിയും അത്തരത്തിലുള്ള ഒരു പുസ്തകം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. അപ്പൊ അത് നമ്മുടെ മലയാളത്തിനെ സംബന്ധിച്ചോളം അത് എടുത്തു പറയേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഏഷ്യൻ സാഹിത്യത്തില് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നമ്മളിപ്പോ പുരസ്കാര പട്ടിക നോക്കണ്ട. പുരസ്കാരങ്ങളിൽ നോബൽ പ്രൈസ് ആകട്ടെ അല്ലെങ്കിൽ ബുക്കർ പ്രൈസ് ഒക്കെ ഈ അടുത്ത കാലത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ കൂടിയും പുരസ്കാരം ലഭിച്ചില്ലെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളോടും ലോകോത്തര കൃതികളോടും ഒട്ടും മോശമല്ല മലയാളത്തിലുണ്ടാകുന്ന കൃതി എന്നുള്ള നിസ്സംശയം പറയാമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഏഷ്യൻ കൃതികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞ പരാമർശിക്കപ്പെട്ട പോലെ തന്നെ ഫിലിപ്പൈനൊക്കെ നല്ല എഴുത്തുകാരൊക്കെ ഉള്ളതാണ്. ഈ അടുത്ത കാലത്ത് പുരുഷ സമ്മാനം കിട്ടിയത് തന്നെ ഫിലിപ്പൈൻ റൈറ്റർക്കാണ്, പേര് ഓർക്കുന്നില്ല. അത്തരത്തിൽ ജപ്പാനീസ് റൈറ്റർക്കും പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ബുക്കറാണോ എന്ന് ഓർമ്മയില്ല. വലിയ പ്രശസ്തിയാണ് ഇവരൊക്കെ തന്നെ. ഇത്തരത്തിൽ ധാരാളം പുരസ്കാരങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ ഭാഷ സാഹിത്യത്തിനും എല്ലാം ഫിക്ഷനായിട്ടാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഇതൊന്നുമില്ലെങ്കിലും ധാരാളം പുസ്തകങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ലോക ഫിക്ഷന്റെ ഒരു നിലവാരം പലപ്പോഴും സയൻസ് ഫിക്ഷനിലേക്കും ഡിറ്റക്റ്റീവ് സ്റ്റോറികളിലേക്കും ഒതുങ്ങുന്നതിനോടടുത്താണ് മലയാളത്തിന്റെ ഫിക്ഷൻ അതിനപ്പുറം ആ അതിർത്തികളൊക്കെ ലംഘിച്ചുകൊണ്ട് അതിന് മുകളിലേക്ക് യാഥാർത്ഥ്യബോധത്തിലേക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്ര നിർമ്മിതിയിലേക്കും കഥാപരിസരത്തിലേക്കും യാത്ര ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ വായനാ സമൂഹത്തിന്റെ ഒരു ഹെവി സ്റ്റാൻഡേർഡാണ്. ലോക ഫിക്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ആദ്യം കടന്നു വരുന്ന അപൂർവം പുസ്തകങ്ങൾ മാറ്റി നിർത്തിയാൽ ഫിക്ഷന്റെ നിലപാട് തന്നെ കൂടുതലും ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് അല്ല അത്തരം കാര്യങ്ങളിലേക്കാണ്. അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻസിനൊക്കെ വലിയ പ്രാധാന്യമാണ് അവിടെ കിട്ടുന്നത്. അത് മലയാളത്തിൽ റിയലിസ്റ്റിക് കഥകൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് മുഹമ്മദ് ബഷീറിന്റെ കൃതികൾക്ക് അല്ലെങ്കിൽ റോബി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമൊക്കെ ഇത്രയേറെ പ്രശസ്തമായിട്ട് ഇന്നും വിൽക്കപ്പെടുന്നതും വായിക്കപ്പെടുന്നതും അതിന്റെ പേരിലാണ്. ഈ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ചുറ്റും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തകഴിയുടെ കഥാപാത്രങ്ങൾ വളരെ ശരിയായ കാര്യമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിന്റെ വക്താക്കളായിട്ടാണ് ഒരു കാലഘട്ടത്തിൽ എക്കാലവും എഴുത്തുകാർ നിലകൊണ്ടിട്ടുള്ളത്. കവിയാണെങ്കിലും ശരി, അത്തരത്തിൽ കുമാരനാശാനെയൊക്കെ നമ്മൾ ധാരാളം പഠിച്ചിട്ടുള്ളവരാണ്.
അത്തരത്തിലുള്ളവരുടെ കഥകളാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. തകഴിയും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന എഴുത്തുകാരെല്ലാം തന്നെ വ്യത്യസ്തരല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ സ്ത്രീകൾ പോലും അടിച്ചമർത്തപ്പെട്ട സമൂഹം തന്നെയാണ് സ്ത്രീകൾക്കും ഉണ്ടായിരുന്നത്. ഇന്ദുലേഖയും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലല്ല ഇന്ദുലേഖ. ഓ ചന്തുമേനോന്റെ ഇന്ദുലേഖയിലും പറയുന്നത് അടിച്ചമർത്തപ്പെട്ട സ്ത്രീയുടെ കഥ തന്നെയാണ് ആ പറയുന്നത്. അവിടെ സൂര്യൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു രൂപം മാത്രമാണ്. അപ്പൊ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ ഒരു പ്രതിനിധിയായിട്ട് വേണം നമ്മൾ സൂര്യൻ നമ്പൂതിരിപ്പാടിനെ കാണേണ്ടതുണ്ട്. ഇന്ദുലേഖയെ പോലും ഇന്ദുലേഖ കുറച്ചുകൂടി ചിന്തിക്കുന്ന സ്ത്രീയായിട്ട്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹങ്ങളുടെ എല്ലാം വക്താക്കളായിട്ട് എഴുത്തുകാർ, പ്രത്യേകിച്ച് നോവൽ കഥ രചയിതാക്കൾ കടന്നു വരുന്നു അന്നും ഇന്നും മലയാളത്തിൽ എന്നുള്ളത് അത് ഈ ഭാഷയുടെയും ഈ സാഹിത്യത്തിൻ്റെയും ഇവിടുത്തെ വായനയുടെയും സവിശേഷമായിട്ടുള്ള ഒരു രൂപമായിട്ട് അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് സ്വഭാവമായിട്ട് നമുക്ക് കാണാവുന്നതാണെന്നാണ് എൻ്റെ വലിയ അഭിപ്രായം. ഇനി നമുക്ക് ഇനി സമയമുണ്ട്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇവിടെ 3 പേരുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. എല്ലാവർക്കും സ്വാഗതം. ശ്രീനിവാസോട് ചോദ്യങ്ങൾ എപ്പോൾ ചോദിക്കണം? മാഷിൻ്റെ 5 മിനിറ്റായി ഇറങ്ങേണ്ടതുണ്ട്.